നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന വാഹനം ഷവർലെറ്റിൻ്റെ തവേരയാണ്. ഇതിൽ ഉള്ള ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത്, ഇപ്പം ഷവർലെറ്റിൻ്റെ തവേരയാണെങ്കിലും സൈലോ ആണെങ്കിലും കോളിസ് ആണെങ്കിലും പഴയ സെഗ്മെൻറ്റിൽപ്പെട്ട വാഹനങ്ങൾ ഏതോ ആയിക്കോട്ടെ, ഈ വരുന്ന ക്വാർട്ടർ ഗ്ലാസ് വരുന്ന വാഹനങ്ങൾ, അതായത് പുറകിൽ ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതായത് പകുതി ഭാഗം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. നമുക്കിങ്ങനെ ലോക്ക് എടുക്കുന്ന സമയത്ത് പുറകിലോട്ട് ഇതേപോലെ തുറന്നു വയ്ക്കാം. ഈ പുറകിലത്തെ ഭാഗത്ത് നിന്ന് ഇതുപോലെ കാറ്റ് കിട്ടും, നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. തിരിച്ച് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാനും സാധിക്കും. പക്ഷേ ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്നത്, വാഹനം മഴ സമയങ്ങളിൽ ഇതുപോലെ ഓട്ടം പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം യൂസിന് ഉപയോഗിക്കുമ്പോഴോ ഓട്ടം പോകുമ്പോഴോ പുറകിലിരിക്കുന്ന പാസഞ്ചറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ ആയിക്കോട്ടെ, ഇതുപോലെ ഓപ്പൺ ചെയ്ത് വച്ച ശേഷം തിരിച്ച് ക്ലോസ് ചെയ്യുവാനായിട്ട് വിട്ടുപോകും. പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് റെയിൻ ഗാർഡ് നോക്കിയാൽ അറിയാൻ പറ്റും, വെള്ളം നിൽക്കുന്ന അറിയാൻ പറ്റുക, വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ, വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ നിൽക്കുന്ന അറിയാൻ പറ്റും. ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, റെയിൻ ഗാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പോർച്ചില്ലാത്ത സ്ഥലങ്ങളിൽ ഓപ്പൺ ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് വീഴുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഉള്ളിലേക്ക് വീഴുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിനൈൽ ഫ്ലോർ ഒട്ടിച്ചിട്ടുണ്ട്, വേറെ ഇത് കമ്പനി സീറ്റാണ്, വിനൈൽ ഫ്ലോറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, കമ്പനി സീറ്റാണ്. പക്ഷേ ഇതില്ലാത്ത, വിനൈൽ ഫ്ലോർ ഇല്ലാത്ത കാർപ്പറ്റ് മാത്രം ചെയ്തിരിക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈർപ്പം ഇവിടെ നിന്നിട്ട് ഇത് പുറകിലത്തെ ടയറിൻ്റെ വീൽ ആർച്ചാണ് ഇവിടെ വരുന്നത്. ഫൗണ്ടേഷൻ, സീറ്റിൻ്റെ ഫൗണ്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. പുറകിലത്തെ ഭാഗത്തെ വീൽ ആർച്ചാണ് ഇവിടെ വരുന്നത്. ഈ വീൽ ആർച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഗം തുരുമ്പ് കയറിയിട്ട് കാലക്രമേണ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം ഇവിടെ ഈ വിനയിലില്ലെങ്കിൽ, വിനയിൽ അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, വിനയിലില്ലാത്ത വാഹനമാണെങ്കിൽ ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ തുള്ളികൾ വീണിട്ട് ഈ ഭാഗം ദ്രവിച്ചു പോകാനും കാലക്രമേണ തുരുമ്പ് കയറി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ കമ്പനി സീറ്റാണ്. ഇതുപോലെ തന്നെ തുണിയിലുള്ള സീറ്റുള്ള വാഹനമാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതെല്ലാ റോയിലും ഇതേപോലത്തെ കമ്പനി സീറ്റാണ് വന്നിട്ടുള്ളത്. തുണിയിലുള്ള സീറ്റാണെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പം വീണ ശേഷം, വെള്ള തുള്ളികൾ വീണ ശേഷം അവിടെ സ്മെല്ല് വരാനും പിന്നെ വാഹനം AC ഇടുന്ന സമയത്ത് ഒരു അസ്വസ്ഥത വരാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ സാധിക്കും. ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇതുപോലത്തെ ടാഗ് കിട്ടും, ഇത് വയർ കെട്ടുന്ന ടാഗ് കിട്ടും, ഇത് വീൽ കപ്പ് കെട്ടുന്ന ടാഗാണ്, വയറൊക്കെ കെട്ടാം, വയറിംഗ് കിറ്റൊക്കെ കെട്ടുന്ന ടാഗാണ്. ഈ ടാഗ് വെച്ചിട്ട് ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ആവശ്യമില്ലെങ്കിൽ മാത്രം, ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആവശ്യമില്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കണം. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ അടുത്ത കാലത്തായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഈ ഒരു ഭാഗം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു യാത്ര പോയ സമയത്ത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ ടൈമിൽ അപ്പോഴും മഴയില്ലായിരുന്നു, തിരിച്ച് വന്ന സമയത്ത് ഇതുപോലെ മഴ പെയ്തിട്ട് ഉള്ളിൽ വെള്ളം വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭാഗ്യത്തിന് വലിയ രീതിയിൽ വെള്ളം വീണില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരിടത്ത് ചായ കുടിക്കാനായിട്ട് നിർത്തിയപ്പോഴാണ് ഈ ഒരു ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും നാളെ ഇങ്ങനെ സംഭവിച്ചുകൂടാമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. സെൻട്രേസി ഇല്ലാത്ത വാഹനങ്ങളിലാണ് ഇത് കൂടുതലും ഓപ്പൺ ടൈപ്പ് വരുന്നത്. പക്ഷേ സൈലോയ്ക്ക് സെൻട്രേസി ഉണ്ടെങ്കിൽ കൂടിയും ഇതുപോലത്തെ ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്. തവേരയ്ക്ക് സെൻട്രേസി ഉള്ള വാഹനങ്ങൾക്ക് ഇതുപോലത്തെ ഓപ്പൺ ടൈപ്പ് ഗ്ലാസ് വരുന്നില്ല, ഫിക്സഡ് ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ മറ്റു പല വാഹനങ്ങളിലും ഇതുപോലത്തെ ഗ്ലാസ് വരുന്നുണ്ട്. കോളിസ്, പഴയ കോളിസിനൊക്കെ വരുന്നുണ്ട്. കോളിസിന് 2 ടൈപ്പ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും വരുന്നുണ്ട്, നീക്കുന്ന ടൈപ്പും വരുന്നുണ്ട്, അല്ലാത്ത ഇതുപോലത്തെ ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വാഹനത്തിന് ഈ ഒരു ലോക്ക് ഉപയോഗിക്കുന്നില്ല, ഈ ഗ്ലാസ് തുറക്കുന്നില്ല എങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്നോണം ഈ ഒരു ടാഗ്, ഒരു 1-2 ടാഗ് വാങ്ങിച്ച ശേഷം ഇതിൻ്റെ അകത്തുകൂടെ ഇട്ട് ഒന്ന് കെട്ടിയാൽ മാത്രം മതി. കാണിച്ചു തരാം. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ടാഗ് കെട്ടി നിർത്താവുന്നതാണ്. ഇത് പിന്നെ തുറക്കാൻ പറ്റത്തില്ല, എങ്ങനെയൊക്കെ പിടിച്ചാലും ഇത് തുറക്കാൻ പറ്റത്തില്ല. പലരും ചെയ്യുന്നത്, പിന്നെ ചിലരുണ്ട് ഈ ടാഗിനെ ഇങ്ങോട്ട് നീക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇറക്കി വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും പുറകിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് തുറന്നിട്ട് യാത്ര ചെയ്യരുത്. അത് അപ്പോഴറിഞ്ഞില്ല എങ്കിൽ കൂടിയും പിന്നീട് വരും കാലങ്ങളിൽ ഉള്ളിൽ വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ വീണിട്ട് ഈ ഭാഗത്തൊക്കെ
വെള്ളത്തിൻ്റെ നനവൊക്കെ പറ്റിയിട്ട് തുരുമ്പെടുത്ത് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഈ ചില സൈലോ വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ വീലാർച്ചിൻ്റെ പോർഷനൊക്കെ തുരുമ്പ് കയറിയിട്ട് ഇല്ലാതായി പോയത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, കെട്ടുന്ന സമയത്ത് ടാങ്ക് കെട്ടുന്ന സമയത്ത് നല്ലവണ്ണം ഇറുക്കി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേറെ കുഴപ്പമില്ല. നമുക്കൊരു പക്ഷേ ഇത് തുറക്കണമെങ്കിൽ വാഹനത്തിൻ്റെ ഓണറാണെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈവറാണെങ്കിലോ പിന്നീട് പെയിൻറ്റിങ്ങിനോ അല്ലെങ്കിൽ ടെസ്റ്റ് വർക്ക് സമയത്തോ അല്ലെങ്കിൽ വേറെ ക്ലീനിങ് സമയത്തോ പിന്നെ നമുക്ക് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കോളും. കട്ടായിട്ട് നമുക്കത് തുറക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്.